നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 22. കൃത്യം ഒരു മാസം മുമ്പ് ഏപ്രിൽ 22-നാണ് അപ്രതീക്ഷിതമായി ജമ്മു കാശ്മീരിലെ പഹൽഗാമിലേക്ക് നുഴഞ്ഞു കയറി ഭീകരവാദികൾ 26ഓളം പേരെ കൊലപ്പെടുത്തിയത്. മതം ചോദിച്ച് തെരഞ്ഞു പിടിച്ചുള്ള അവരെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിയുതിർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതിൻ്റെ നടുക്കം നമുക്കൊരു കാലത്തും മാറാൻ പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരുപാട് നമുക്ക് ആശ്വാസം തരുന്നതായിരുന്നു ഇന്ത്യ കൃത്യമായി തന്നെ അതിനെ തിരിച്ചടിച്ചു എന്നുള്ള വാർത്തകൾ. നമ്മൾ വേദനിച്ചതിൻ്റെ ഇരട്ടിയിലധികമാണ് പാകിസ്ഥാനെ നമ്മൾ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് എന്താണ് ഇങ്ങോട്ട് പാകിസ്ഥാൻ്റെ സമീപനം, എന്തൊക്കെയാണ് ഇന്ത്യ അങ്ങോട്ടെടുത്തുള്ള സമീപനം എന്നുള്ളതിനൊക്കെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു മാസം ചർച്ച ചെയ്തു. അതിനെക്കുറിച്ചൊക്കെ വാർത്തകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ ആഴത്തിലുള്ള അന്വേഷണം നടത്തുമ്പോൾ പല രീതിയിലുള്ള നടുക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഒരു പഹൽഗാമിൽ മാത്രം ഒതുക്കുന്നതായിരുന്നില്ല ആ ഒരു ഭീകരവാദികളുടെ അറ്റാക്ക്. നമ്മുടെ രാജ്യത്തിൻ്റെ പല മേഖലകളിലും ഇത്തരത്തിൽ നുഴഞ്ഞു കയറി ഇവിടെയുള്ള ആളുകളെ ചാരന്മാരാക്കിക്കൊണ്ട് ആക്രമണം നടത്താൻ തന്നെയായിരുന്നു. അല്ലെങ്കിൽ 26-ൽ ഒതുക്കാതെ അതിൽ കൂടുതൽ ആളുകളെ കൊലപ്പെടുത്താൻ തന്നെയായിരുന്നു പാകിസ്ഥാൻ്റെ അല്ലെങ്കിൽ ഭീകര സംഘടനയുടെ നീക്കം എന്നുള്ളതാണ് നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നത്. അന്ന് ഓപ്പറേഷൻ സിന്ദൂറൊക്കെ നടക്കുമ്പോൾ രാത്രി 1 മണിക്കും 1:30ക്കും ഇടയിൽ ആ ഓപ്പറേഷൻ നടക്കുമ്പോൾ നമ്മളിവിടെ സുഖമായി ഉറങ്ങുകയാണ്. നമ്മുടെ ഇന്ത്യൻ സേന നമുക്ക് വേണ്ടി കാവൽ നിൽക്കുകയാണ്. ഏതായാലും ഇപ്പോഴും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. കൃത്യമായി തന്നെ നുഴഞ്ഞു കയറിയിട്ടുള്ളവരെയൊക്കെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാമിന് മുമ്പ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് ഡൽഹിയായിരുന്നു. രാജ്യ തലസ്ഥാനത്തെ തകർക്കാൻ പാകിസ്ഥാനിൽ ഗൂഢാലോചന നടന്നിരിക്കുകയാണ്. അത് ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഡൽഹിയിൽ ഭീകരാക്രമണം നടത്താനുള്ള പാകിസ്ഥാൻ ചാര സംഘടനയായ ISIയുടെ ശ്രമം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം തകർത്തു കളഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ചാരനടക്കം 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. നേപ്പാൾ സ്വദേശി അൻസറുൽ മിയ അൻസാരി, റാഞ്ചി സ്വദേശി അക്ലക് അസം എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 3 മാസമായി നടക്കുന്ന അന്വേഷണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അറസ്റ്റിലായവർക്കെതിരായ കുറ്റപത്രം ഡൽഹിയിലെ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുൻപ് ഡൽഹിയെ ആക്രമിക്കാനായിരുന്നു പദ്ധതിയെന്ന് സാരം. ജനുവരിയിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരത്തെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത്. ഇന്ത്യയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ചില രേഖകൾ, ചിത്രങ്ങൾ തുടങ്ങിയവ ശേഖരിക്കുന്നതിന് നേപ്പാൾ സ്വദേശി ഇന്ത്യയിൽ എത്തിയിട്ടുള്ളതായാണ് ലഭിച്ച രഹസ്യ വിവരം. ഇതിനനുസരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് 2 പേർ അറസ്റ്റിലായത്. ഡൽഹിയിലെ സൈനിക ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ളവയുടെ വിവരങ്ങളുമായി പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് അൻസാരി എന്ന നേപ്പാൾ സ്വദേശി അറസ്റ്റിലാവുന്നത്. അൻസാരിക്ക് ഡൽഹിയിൽ സഹായങ്ങൾ ചെയ്തു നൽകിയത് റാഞ്ചി സ്വദേശിയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്നാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഖത്തറിൽ ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുന്നതിനിടെയാണ് ISI അൻസാരിയെ റിക്രൂട്ട് ചെയ്തത്. 2024-ൽ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിൽ എത്തിച്ച് ഇയാൾക്ക് പരിശീലനം നൽകുകയും ചെയ്തതായി റിപ്പോർട്ട് പറയുന്നു. ഇതിൽ നിന്നാണ് റാവൽപിണ്ടിയിലെ ഭീകരതയെക്കുറിച്ച് ഇന്ത്യക്ക് വിവരം ലഭിച്ചത്. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടും ചില വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരായ മുസമ്മിൽ, ഡാനിഷ് എന്നിവർക്കും ഭീകരാക്രമണ പദ്ധതിയുമായി ബന്ധമുണ്ടെന്നാണ് വിവരം. പിടിയിലായ ISI ഏജന്റുമാർക്ക് ചില ഇന്ത്യൻ യൂട്യൂബർമാരുമായി ബന്ധമുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹൈക്കമ്മീഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ ഡാനിഷ് പിടിയിലായ ഇന്ത്യൻ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുമായി ബന്ധമുണ്ടെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ജ്യോതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ഇന്ത്യൻ ഏജൻസികൾ തുടരും. ഏതായാലും ഡൽഹിയിലെ ആക്രമണം പൊളിഞ്ഞ ശേഷമാണ് പാകിസ്ഥാനിലുള്ള തീവ്രവാദികൾ പഹൽഗാം ആക്രമണം നടത്തിയതെന്നാണ് സൂചന. പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഡൽഹിയെ ലക്ഷ്യമിട്ട് മിസൈലും അയച്ചു. ഇതിനെ ഇന്ത്യ തകർക്കുകയും ചെയ്തു. ഇതോടെ ഡൽഹിയിൽ അതീവ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജനുവരിയിലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ആക്രമണ സാധ്യതയെ സംബന്ധിച്ച് വിവരം ലഭിച്ചത്. ISI നിയോഗിച്ച അൻസാറുൽ മിയ അൻസാരി എന്ന ചാരൻ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാൻ ഡൽഹിയിലെത്തുമെന്നായിരുന്നു വിവരം. ഫെബ്രുവരി 15 ഇയാൾ ഡൽഹിയിലെത്തുകയും വിവരങ്ങൾ കൈപ്പറ്റുകയും ചെയ്തു. ശേഷം തിരിച്ചു പോകാൻ ശ്രമിക്കുമ്പോൾ പിടിയിലാവുകയായിരുന്നു. അക്ലക് അസം കൂടി നിലവിൽ പിടിയിലായതോടെയാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഇന്ത്യ പുറത്താക്കിയ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ 2 ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് വിവരം. യൂട്യൂബർമാരായ ജ്യോതി മൽഹോത്ര അടക്കമുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഡാനിഷ്, മുസമിൽ എന്നിവരും ഈ പദ്ധതിയിൽ പങ്കാളികളായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതിനിടെ ഇന്ത്യയിലേക്ക് പാക് ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനെ കൂടി ഇന്ത്യ പുറത്താക്കിയിട്ടുണ്ട്. പദവിക്ക് ചേരാത്ത പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിന്റെ പേരിലാണ് നടപടി. 24 മണിക്കൂറിനകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. മെയ് 13-ന് ഒരു പാക് ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കിയിരുന്നു. ഇവർക്കും ഭീകരരുമായി ബന്ധമുണ്ടെന്നാണ് സൂചന.
പഞ്ചാബിൽ ബാബർ ഗൽസ ഇന്റർനേഷൻ എന്ന സംഘടനയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷം വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. തുടർന്നായിരുന്നു അൻസാരിയുടെ അറസ്റ്റ് ഉണ്ടായത്. അൻസാരിക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നത് അഖ്ലഖ് അസം എന്ന ആളായിരുന്നു. ഇന്ത്യൻ സേനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങളാണ് ഇയാൾ കൈമാറിയത്. അൻസാരിയും അസമും നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും പാകിസ്ഥാനി ഹാൻഡ്ലർമാരുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. ഇനിയും കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നാലെ പാകിസ്ഥാനെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ന് രംഗത്ത് വന്നിരുന്നു. ഭാരതം ഭീകരവാദത്തിന് ചുട്ട മറുപടി നൽകിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പാകിസ്ഥാൻ 22-ന് നടന്ന പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ഇന്ത്യ 22 മിനിറ്റ് കൊണ്ട് 9 ഭീകര താവളങ്ങൾ നിലംപരിശാക്കി പ്രതികാരം ചെയ്തു. പാകിസ്ഥാനെ ചക്രവ്യൂഹം തീർത്ത് മുട്ടുകുത്തിച്ച ഇന്ത്യൻ സായുധ സേനയെ പ്രധാനമന്ത്രി ഇന്ന് അഭിനന്ദിച്ചു. ബിക്കാനീറിൽ നടന്ന റാലിയിലായിരുന്നു മോദിയുടെ രൂക്ഷ വിമർശനം. ഏപ്രിൽ 22-ലെ ആക്രമണത്തിന് മറുപടിയായി ഭീകരരുടെ ഏറ്റവും വലിയ 9 ഒളിത്താവളങ്ങൾ 22 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ നശിപ്പിച്ചു. സിന്ദൂരം വെടിമരുന്നായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ലോകത്തിന്റെയും രാജ്യത്തിന്റെയും ശത്രുക്കൾ കണ്ടു. രക്തമല്ല എൻ്റെ ഞരമ്പുകളിൽ തിളയ്ക്കുന്നത് സിന്ദൂരമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഏപ്രിൽ 22-ന് ഭീകരർ നമ്മുടെ ജനങ്ങളോ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ മതം ചോദിച്ചും നമ്മുടെ സഹോദരിമാരുടെ സിന്ദൂരം തുടച്ചു മാറ്റിയും ആക്രമണം നടത്തി. പഹൽഗാമിൽ ഉതിർത്ത വെടിയുണ്ടകൾ 140 കോടി ഇന്ത്യക്കാരുടെ ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചു. അവർ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭാരതം ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതികരണം ശത്രുക്കൾക്ക് ശക്തമായ സന്ദേശം നൽകിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. 3 സേനകളും ചേർന്ന് പാകിസ്ഥാൻ മുട്ടുകുത്താൻ നിർബന്ധിതമാകുന്ന തരത്തിൽ ഒരു ചക്രവ്യൂഹം സൃഷ്ടിച്ചു. നമ്മുടെ സായുധ സേനയുടെ വീര്യത്തിനു മുന്നിൽ പാകിസ്ഥാനെ കീഴടങ്ങേണ്ടി വന്നെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് വൻ സ്ഫോടനം നടത്താനുള്ള പാക് ചാര സംഘടനയായ ISIയുടെ പദ്ധതി രഹസ്യാന്വേഷണ ഏജൻസികൾ പൊളിച്ചതാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഏതായാലും നേപ്പാൾ സ്വദേശി അൻസാറുൽ മിയ അൻസാരി പിടിയിലായതോടെ തന്നെ പദ്ധതിയൊക്കെ തന്നെ പാളിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ വലിയൊരു ആക്രമണം ഒരുപക്ഷെ ഇവിടെ നടത്താനുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയിരുന്നത്. പക്ഷെ അതൊക്കെ തന്നെ നമ്മുടെ അന്വേഷണ ഏജൻസികൾ പൊളിച്ചിരിക്കുകയാണ്. ഇനി അൻസാരിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ, മറ്റേതെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ അവർ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും മറ്റാരെങ്കിലും ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്ത് ISIക്ക് വേണ്ടി ഇവിടെ പദ്ധതി ആസൂത്രണം ചെയ്യാൻ സഹായിക്കുകയോ വിവരങ്ങൾ ചോർത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്ത് വരികയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു യൂട്യൂബറായിട്ടുള്ള ജ്യോതി മൽഹോത്രയെയും ചാരവൃത്തി ആരോപിച്ചുകൊണ്ട് പോലീസ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ബ്ലോഗിലൂടെയൊക്കെ തന്നെ കൃത്യമായിട്ട് പാകിസ്ഥാനിലെത്തി അവിടത്തെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പല ചാറ്റുകളിലും പാകിസ്ഥാനിൽ നിന്ന് ഒരാളെ കല്യാണം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചതൊക്കെ തന്നെ ജ്യോതി മൽഹോത്ര വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. 2024-ലും ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. ഈ സമയത്താണ് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും കണ്ടിരുന്നുവെന്ന വിവരം പുറത്തു വന്നത്. ഇരുവരെയും തിഹാറിലെ അതിസുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.